ഗ്ലോബൽ മീഡിയ ആണെങ്കിലും ഗ്ലോബലായിട്ടുള്ളൊരു ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഇന്ത്യക്കും ഇന്ത്യക്കാർക്കെതിരെ, ഇന്ത്യ ഭരിക്കുന്നവർക്കെതിരെയും തിരിഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉണ്ടായിട്ടൊരു ഈ ക്രിസ്മസുമായിട്ട് അറ്റാക്ക് ഉണ്ടായിട്ടൊരു 7, 8, 9 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. ഇതാണ് ഗ്ലോബൽ ഒരു ട്രെൻഡായിട്ടങ്ങ് മാറി. അപ്പം ആലോചിച്ച് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ചില ഘടകങ്ങളുണ്ട്. ഇനി ഇന്ത്യക്കാർക്ക് പലയിടത്തും ഈ പറയുന്ന അവരുടെ ജോലി ചെയ്യുന്ന പല ഓഫീസുകളാണെങ്കിലും പല ആൾക്കാരും ഞാനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇത് വല്ലാത്ത രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. വല്ലാതെ സൂക്ഷ്മതയോടുകൂടി സംശയത്തോടു കൂടിയാണ് നോക്കുന്നത്. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഇതാരാ ഉണ്ടാക്കിയെടുത്തത്? ഈ പറയുന്ന സംഘപരിവാർ അവരുടെ കൂട്ടർ ഇന്ത്യയിൽ. ഇവരൊക്കെ ധരിച്ചത് ഇത് ആരും കാണത്തില്ലെന്ന്, ഇതാ ലോകത്താരും കാണത്തില്ലെന്ന്. മുഴുവനും നാണക്കേടായി. ഓരോ ഇന്ത്യക്കാരനും ഇത് കയറി ബാധിക്കും. കാരണം ഇന്ത്യയിൽ ഈ ജോലിയും ക്ലാപ്പും അവിടെ ഉണ്ട്. ഒരുപാട് ഇന്ത്യക്കാരനെല്ലാം വിദേശത്ത് പോയി ജോലിയും ചെയ്ത് അതും ചെയ്തൊക്കെ പഠിച്ച് മുന്നോട്ട് പോകണം. ഇതിൻ്റെ ഇമ്പാക്റ്റിൽ നിന്ന് വരാനുള്ള ദിവസങ്ങളും കൂടും. അതായത് എല്ലാ ഇന്ത്യക്കാരെയും, ഒരുപാട് എല്ലാ ഇന്ത്യക്കാരെയും ഇത് കയറി ബാധിക്കും. അതിനകത്ത് ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ഹിന്ദു എന്നൊരു ഇന്ത്യക്കാരനാണോ, അവരുടെ ഒരു രീതി മാറി, അവരത് നോക്കുന്ന ഒരു രീതി മാറി. ഇന്ത്യയാണെങ്കിൽ ഒരു ജനാധിപത്യ രാജ്യമാണ്, സെക്കുലർ രാജ്യമാണ്. ഇന്ത്യയിൽ ആർക്കും അവരുടെ മതത്തിൽ വിശ്വസിക്കുക, ആ രീതിയിൽ പോകാം. അതാണ് ഗ്ലോബലായിട്ട് നമ്മൾ കൊടുത്ത ഒരു പിക്ചർ. ആ പിക്ചറാണ് ഗ്ലോബലായിട്ട് കണ്ടിരിക്കുന്നത്. ആ പിക്ചർ പൂർണ്ണമായിട്ടും മാറാൻ പോവുകയാണ് ഗ്ലോബലി. ഇനി ഒരു കാര്യം ഞാൻ പറയാം, നരേന്ദ്രമോദിക്ക് ഇന്റർനാഷണലി കിട്ടുന്ന ആ അക്സെപ്റ്റൻസ് ഇല്ലാതാകും, പൂർണ്ണമായിട്ടും ഇല്ലാതാകും. അതാണ് ഇതിൻ്റെ അടുത്ത സംഭവം. അതായത് ചെയിൻ പോലെയാണ് ഇത് പോകുന്നത്. ഇനി ആ പഴയ പോലെ ഡയസ്പോറ എന്നൊക്കെ വിളിച്ച് വലിയ സംഭവമാക്കിയിട്ട് ഉണ്ടാക്കാനൊന്നും പറ്റുന്നൊന്നുമില്ല. കാരണം ഈ പല രാജ്യങ്ങളും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഈ സംഭവം എന്താണ് ഇവിടെ ഉണ്ടായത്.